സജോ ദേവസ്യ കൂടിയുണ്ട് വിവരങ്ങളുമായി നമ്മളോടൊപ്പം. സജോ, ഇതുവരെ എടുത്തിരിക്കുന്ന എഫ്ഐആറുകൾ മുഴുവനും റദ്ദാക്കും എന്നതാണ് കേന്ദ്രം നൽകിയിരിക്കുന്ന ഉറപ്പുകൾ. ഇനി പുതിയ കേസുകൾ എടുക്കില്ല എന്നതുകൂടി വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം സജോ, വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമങ്ങളിൽ നടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞിരുന്നു. മാധു, അതായത് CJP പ്രതിനിധികൾ JP നദ്ദയുമായി അടക്കം ചർച്ചയിലുള്ള ധാരണ, ഒരു എഗ്രിമെന്റ് തന്നെ ഉണ്ട്. അതിലെ പ്രധാനപ്പെട്ട കാര്യം ഇതുവരെ എടുത്ത കേസുകൾ പിൻവലിക്കുക, ഇനി പുതിയ കേസുകൾ ഉണ്ടാകില്ല, ഒപ്പം പോലീസ് അതിക്രമത്തിൽ നടപടി വേണം എന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കേസുകളുടെ കാര്യത്തിലെ തീരുമാനം തന്നെയാണ്. പ്രധാനപ്പെട്ട കേസുകൾ ഏതാണ്ട് 15ഓളം എഫ്ഐആറുകളുണ്ട്. പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ട സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലുള്ള കേസുകളാണ്. അതിൽ സാധാരണഗതിയിൽ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ് നടക്കുക. ഒന്നുകിൽ അതിന്റെ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിച്ച് കുറ്റപത്രം സമർപ്പിക്കുക എന്നതാണ്, അതല്ലെങ്കിൽ ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിക്കുക, അതുമല്ലെങ്കിൽ ഈ കാര്യത്തിൽ കേസുകൾ പിൻവലിക്കുന്നതിന് നയപരമായ തീരുമാനം എടുക്കുക എന്നതാണ്. നേരത്തെ ഈ എഗ്രിമെന്റിന്റെ സമയത്ത് ചർച്ചയിലുണ്ടായ ധാരണ എന്നത് 3 അല്ലെങ്കിൽ 4 ദിവസത്തിനകം എഫ്ഐആറുകൾ പരിശോധിച്ച് പിൻവലിക്കുക എന്നതാണ് ധാരണ. അപ്പോൾ ദില്ലി പോലീസ് ഇപ്പോൾ തുടർ നടപടികളിലേക്കൊന്നും കടന്നിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം ലഭിക്കണം. അങ്ങനെയെങ്കിൽ കേസുകൾ പിൻവലിക്കുക എന്നതാണ് പ്രധാനം. ഇപ്പോഴും ഹൈ അലേർട്ട് തുടരുന്നുണ്ട്. പുതിയ കേസുകളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ കേന്ദ്ര സർക്കാർ അത് സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശം, അതായത് എഫ്ഐആർ നമ്പറുകൾ സഹിതം ഒരു നിർദ്ദേശം ദില്ലി പോലീസിന് നൽകിയാൽ അതനുസരിച്ചായിരിക്കും കേസുകൾ പിൻവലിക്കുക എന്ന നടപടിയിലേക്ക് പോവുക. അതിപ്പോൾ അതിലൊരു ഔദ്യോഗിക തീരുമാനമാണ് ഇനി അവശേഷിക്കുന്നത്. അപ്പോൾ വൈകാതെ തന്നെ ഉടൻ തന്നെ അക്കാര്യത്തിലൊരു തീരുമാനം പ്രതീക്ഷിക്കുകയാണ് CJP. പക്ഷേ പോലീസ് അതിക്രമങ്ങളിലടക്കം നടപടി വേണം എന്നൊരു ആവശ്യമുണ്ട്. അത് പക്ഷേ ഏത് രൂപത്തിലാകും എന്നത് സംബന്ധിച്ചൊരു വ്യക്തത, ഇപ്പോൾ ഒരു ചിത്രം യഥാർത്ഥത്തിൽ തെളിഞ്ഞിട്ടില്ല. പക്ഷേ കേസുകൾ പിൻവലിക്കുക എന്നതൊരു പ്രഖ്യാപിതമായ തീരുമാനം തന്നെയായതിനാൽ അതിനിപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക എന്നത് മാത്രമാണ് യഥാർത്ഥത്തിൽ അവശേഷിക്കുന്നത്. പക്ഷേ പോലീസ് അതിക്രമം, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി അടക്കം സഹിൽ എന്നൊരു വിദ്യാർത്ഥിയെ അടക്കം കൊണ്ടുവന്നൊരു മാധ്യമ സമ്മേളനമൊക്കെ നടത്തിയിരുന്നു. അതിൽ പെല്ലറ്റ് ആക്രമണം അടക്കം നടന്നു എന്ന ആക്ഷേപവും ആരോപണവും ഒക്കെ ഉന്നയിച്ചതാണ്. അങ്ങനെ എന്ന് മാത്രമല്ല, ഒരു വിദ്യാർത്ഥിനി ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നുണ്ട് എന്നത് ഒരു കാര്യം ഒരു വശത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിയാണ് ചികിത്സയിൽ തുടരുന്നത്. അപ്പോൾ അതും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രത്യേക അന്വേഷണവും നടപടിയും വേണമെന്നൊരു ആവശ്യമുണ്ട്. അതിൽ പക്ഷേ കൃത്യമായ ഒരു ചിത്രം തെളിഞ്ഞിട്ടില്ല. കേസുകൾ പിൻവലിക്കുന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചാൽ ദില്ലി പോലീസ് തന്നെ നടപടികൾ ആരംഭിക്കും. ഇപ്പോൾ ആ നടപടികളിലേക്ക് കടന്നിട്ടില്ല. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇത് ഓരോ എഫ്ഐആറുകളും കൃത്യമായി പരിശോധിച്ച് അത് സംബന്ധിച്ചൊരു ലിസ്റ്റ് ഉണ്ടാക്കി ഔദ്യോഗികമായി തന്നെ പോലീസിനോട് നിർദ്ദേശം ലഭ്യമാകണം. അതിനുള്ളൊരു കാലതാമസമാണ് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന ഒരു വിവരം. അപ്പോൾ അതിലേക്ക് വൈകാതെ പോകും. അതിനും അപ്പുറത്തേക്ക് പോലീസ് നടപടിയുടെ ഭാഗമായി ഉണ്ടായ അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷണവും നടപടിയും വേണം എന്ന ആവശ്യത്തിന്മേൽ ഏതായാലും ഇപ്പോൾ ഒരു ചിത്രം തെളിഞ്ഞിട്ടില്ല. സജോ ദേവസ്യം PR സുനിലുമാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ആന്റി പേപ്പർ ലീക്ക് ബിൽ അത് ഉടൻ തന്നെ പാർലമെന്റിന്റെ പരിഗണനയിലേക്ക് എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. രണ്ടാമത്തേത്, വിദ്യാർത്ഥികൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകൾ പിൻവലിക്കും, 4 ദിവസത്തിനകം പിൻവലിക്കുമെന്നുള്ളതാണ് കേന്ദ്രം പറയുന്നത്. വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് അതിക്രമത്തിൽ നടപടികൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടും വ്യക്തതകൾ വരേണ്ടതുണ്ട്.